ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇഡി. ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ പോറ്റിക്ക് സമൻസ് നൽകാനാണ് സാധ്യത. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാക്കും. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഹാജരാക്കുന്നത്. 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ ദ്വാരപാലക പാളി കേസിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചനം. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് സ്വാഭാവിക ജാമ്യം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് നൽകാനാണ് ഇഡിയുടെ തീരുമാനം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാക്കും. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്ന ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഹാജരാക്കുന്നത്. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടുള്ള SITയുടെ റിപ്പോർട്ടും ഇന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. തിങ്കളാഴ്ചയാണ് ഹർജിയിലെ വാദം നൽകുന്നത്. 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ ദ്വാരപാലക പാളി കേസിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. 110 ദിവസത്തിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. 90 ദിവസമായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കുറ്റപത്രം നൽകാത്തതിനാലാണ് ദ്വാരപാലക പാളി കേസിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും സുധീഷിനും പിന്നാലെയാണ് ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ജനുവരി 21-നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിച്ചത്. കട്ടിളപ്പാളി കേസിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 11-ന് N വാസുവും 20-ന് CPM നേതാവായ പത്മകുമാർ അടക്കമുള്ള മറ്റ് പ്രതികളുടെയും അറസ്റ്റ് നടന്ന 90 ദിവസം പൂർത്തിയാകും. സ്വാഭാവിക ജാമ്യം തേടി മറ്റ് മൂന്ന് പ്രതികളും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയുണ്ടായിരുന്നത്. കട്ടിളപ്പാളി കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. എന്നാൽ കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജയിലിൽ മോചിതനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് അയക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നും SITക്ക് മുന്നിൽ ഹാജരാകും. ഈ ഒരു വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥയുണ്ട്. ഇത് പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഹാജരാക്കുന്നത്. ഈ ഒരു 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഈ ഒരു ദ്വാരപാലക പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. ഇതിന് പിന്നാലെ ഇന്നലെ കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പ്രതികളോടൊപ്പം തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെ തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ഓടിച്ച കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. നിവേദിത്, കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് അപകടം നടന്നത്. അപകടത്തിന് പിന്നാലെ മണിയൻപിള്ള രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസ് ഇന്നലെ രാത്രി നടനെ അന്വേഷിച്ച് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മണിയൻപിള്ള രാജു രാവിലെ സ്ഥിരീകരിച്ചു. സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം നടന്നതെന്നും അപ്പോൾ പേടി കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്നും താൻ മദ്യപിച്ചിരുന്നില്ല എന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഉണ്ടായ അപകടത്തിൽ കാർ ഓടിച്ചത് താൻ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ നടൻ
നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജു സ്ഥിരീകരിക്കുന്നത് നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് ഈ ഒരു അപകടമുണ്ടായത്. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. അപകടത്തിന് പിന്നാലെ മണിയൻ പിള്ള രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പോലീസ് ഇന്നലെ രാത്രി നടനെ അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മണിയൻ പിള്ള രാജു രാവിലെയോടെ സ്ഥിരീകരിക്കുകയായിരുന്നു. സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം നടന്നതെന്നും അപ്പോൾ പേടി കാരണം വാഹനം നിർത്താതെ പോയതാണ് എന്നും താൻ മദ്യപിച്ചിരുന്നില്ല എന്നതുമാണ് മണിയൻ പിള്ള രാജു പറയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ ഒരു നടന്റെ വാഹനമാണ് ഈ ഒരു അപകടമുണ്ടാക്കിയത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ നടൻ മണിയൻ പിള്ള രാജു ഈ കാർ തൻ്റേതാണ്, കാർ ഓടിച്ചിരുന്നത് താനാണ് എന്നടക്കം ഉള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ നടനെ അന്വേഷിച്ച് പോലീസ് അടക്കം എത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല. മണിയൻ പിള്ള രാജുവിൻ്റെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മണിയൻ പിള്ള രാജു താനാണ് വാഹനം ഓടിച്ചത് എന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം നടന്നതെന്നും അപ്പോൾ പേടി കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്നും താൻ മദ്യപിച്ചിരുന്നില്ല എന്നതുമാണ് മണിയൻ പിള്ള രാജു പറയുന്നത്. ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേർക്കാണ് പരിക്കേറ്റത്. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്.